എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ ചേച്ചിയോട് ഉറപ്പായും പറഞ്ഞു. ചേച്ചി അത് വിശ്വസിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവം വീണ്ടും നമ്മളെ ഒന്നിപ്പിച്ചു. ചേച്ചിക്കതൊക്കെ ഓർക്കാൻ കഴിയുന്നില്ലേ? മഹാഭാവം മാത്രമേ ഞാൻ മോളോട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്നോട് കനിവ് കാട്ടാൻ മോക്ക് എങ്ങനെ കഴിഞ്ഞു? എനിക്ക് എന്തിനു മോളൊരു ജീവിതം തന്നു? നരകിച്ചു തീരേണ്ട ജന്മമായ എന്റേത്. അത്രയെങ്കിലും ചേച്ചി ഒന്ന് പറഞ്ഞല്ലോ. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഭയം തേടി ചേച്ചിയുടെ അടുത്തേക്ക് വന്നത് ഞാനാ. ചേച്ചി ജീവിച്ച സാഹചര്യം അതായിരുന്നു. ഓരോരുത്തർക്കും ജീവിച്ച വഴിയിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. എന്റെ മനസ്സിൽ ചേച്ചിയോട് വെറുപ്പായിരുന്നെങ്കിൽ കണ്ടിട്ട് കാണാതെ ഞാൻ പോവായിരുന്നു. അന്നും ഇന്നും ഞാൻ പറയുന്നത് സത്യ ചേച്ചി. കാർത്തു ചേച്ചിയെ ഞാൻ എന്റെ കൂടപ്പിറപ്പായിട്ടാ കണ്ടിട്ടുള്ളത്. എന്റെ സ്വന്തം കൂടപ്പിറപ്പ്. എന്റെ മോളെ, കരയില്ലേ ചേച്ചി? എന്നോട് പൊറുക്കണേ മോളെ. കരയാതെ ചേച്ചി, കരയില്ലേ? രേവതിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാല്ലേ? എനിക്ക് അടുക്കള പണിയൊക്കെ അറിയാം. സത്യം പറയാലോ രേവതി, എനിക്കൊന്നും അറിയില്ല. അമ്മ എന്നെ കിച്ചണിൽ കേട്ടത്തില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഓംലെറ്റ് ഉണ്ടാക്കാനാ. രേവതി ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അമ്മയെ പഠിപ്പിച്ചെന്നെ. ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് കുറച്ചൊക്കെ പാചകം അറിയണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോ അവരെ കൊണ്ട് പറയിപ്പിക്കരുതല്ലോ, അതാ അമ്മ പറയുന്നത്. പിന്നെ രേവതി ഏതുവരെ പഠിച്ചു? ഓ, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ഞാൻ ഡിഗ്രി പാസ്സായി. ഓ, അല്ല രേവതി പിന്നെന്താ പഠിക്കാൻ പോവാത്തെ? ഞാൻ പിന്നെ തയ്യൽ ക്ലാസ്സിന് പോയി. അതുകൊണ്ടൊരു തൊഴിൽ പഠിച്ചു. ഓ, പിന്നെ ഹണിമൂണിന് പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? നമുക്കെവിടെയെങ്കിലും പോവാന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞിരുന്നു. അതെങ്ങനെ പോവാൻ പറ്റും? വിഷ്ണുവേട്ടനെ അത് പറഞ്ഞാലും അപ്പച്ചി തനിച്ചാക്കി പോവാൻ രേവതിക്ക് കഴിയോ? അപ്പച്ചിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എപ്പ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഈയൊരു അവസ്ഥയിൽ അപ്പച്ചിയേട്ടേച്ച് പോയാ രേവതി വിഷ്ണുവേട്ടനെയും കൊണ്ട് കറങ്ങാൻ പോയിന്ന് എല്ലാരും പറയും. അപ്പോ ബിന്ദു പറഞ്ഞു വരുന്നത് ഞാനും വിഷ്ണുവേട്ടനെ ഒന്നും പോവണ്ടെന്നാണോ? അതിനെനിക്കെന്താ. പക്ഷേ വിഷ്ണുവേട്ടൻ ധൃതി പിടിച്ച് കല്യാണം കഴിച്ചത് അപ്പച്ചിയെ നോക്കാൻ വീട്ടിലൊരാള് വേണമെന്ന് കരുതിയിട്ടാ. ഞങ്ങള് പോകുന്നെങ്കിൽ തന്നെ 2-3 ദിവസം മാറി നിൽക്കും. ബിന്ദുവിന് അപ്പച്ചിന്ന് വെച്ചാൽ ജീവനാണല്ലോ. ആ ദിവസങ്ങളിൽ ബിന്ദു ഇവിടെ വന്നിക്ക്. മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന ബിന്ദുവിനല്ലേ പറഞ്ഞത്. ഇനി എനിക്കതിന് പറ്റത്തില്ല. ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നു. അത് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്റെ ഏട്ടന് ഇഷ്ടമല്ല. അതെന്താ? ഏട്ടനും വിഷ്ണുവേട്ടനും തമ്മില് അത്ര സുഖത്തിലൊന്നുമല്ല. അതുകൊണ്ടാ നിങ്ങളുടെ കല്യാണത്തിന് ഏട്ടൻ വരാത്തത്. ഇനിയിപ്പോ രേവതിയോടൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. വിഷ്ണുവേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാ. അപ്പച്ചിക്കായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. പിന്നെന്താ നിങ്ങളുടെ കല്യാണം നടക്കാതെ പോയത്? കല്യാണം ഉറപ്പിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയതാ. 50 പവനും 1/2 ഏക്കർ പറമ്പുമാ വിഷ്ണുവേട്ടന് സ്ത്രീധനമായി കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞത്. അപ്പച്ചിയുടെ അസുഖത്തെപ്പറ്റി ഏട്ടൻ എന്തോ പറഞ്ഞത് വിഷ്ണുവേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അല്ലായിരുന്നെങ്കിൽ വിഷ്ണുവേട്ടന്റെ ഭാര്യയായി രേവതിയുടെ സ്ഥാനത്ത് ഞാനിവിടെ നിന്നേനെ. ആയിക്കോട്ടെ, പക്ഷേ ഞാനിവിടെ വലിഞ്ഞേറി വന്നൊന്നും അല്ലല്ലോ. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ലേ. പക്ഷേ ഒരു വാശിയുടെ പുറത്താ സ്ത്രീധനം പോലും നോക്കാതെ വിഷ്ണുവേട്ടൻ രേവതിയെ കല്യാണം കഴിച്ചത്. പിന്നെ രേവതി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇങ്ങനൊരു വീട്ടിൽ വന്ന് കേറാനുള്ള യോഗ്യത രേവതിക്കുണ്ടോന്ന്.
ബാങ്ക് ജോലിയുള്ള അർച്ചനയുടെ വീടല്ലേ ഇത്? അതെ, ആരാന്ന് മനസ്സിലായില്ലല്ലോ. ഞാൻ റാന്നിന്ന് വരിക. അർച്ചന ജോലി ചെയ്യുന്ന ബാങ്കിലാ എന്റെ മോനും ജോലി ചെയ്യുന്നത്. ആണോ? അയ്യോ, മഴയാണല്ലോ, അകത്തിരുന്ന് സംസാരിക്കാം. ഓ കേറി വാ. ശരി. വാ. ഇതേ അർച്ചന ജോലി ചെയ്യുന്ന ബാങ്കിലുള്ള സാറിന്റെ അമ്മയാ. ഇരിക്കെ ഇരിക്കെ. എന്റെ പേര് ഇന്ദിര. ടീച്ചറായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. അർച്ചനയുടെ ചിറ്റപ്പനും കുഞ്ഞമ്മയാണല്ലേ? ആ അതെ. ഇതാണല്ലേ അർച്ചനയുടെ ഇളയ അനിയത്തി? എന്താ മോടെ പേര്? അമ്പിളി. എന്റെ മോന്റെ പേര് രാജീവൻ എന്നാ. ഭർത്താവ് മരിച്ചിട്ട് 6-7 വർഷമായി. അദ്ദേഹം തഹസീൽദാരായിരുന്നു. അത് പിന്നെ എന്താ വന്നതെന്ന് മനസ്സിലായില്ല. ഞാനൊരു കല്യാണാലോചനയുമായിട്ട് വന്നതാ എന്റെ മോനു വേണ്ടി. പെൺകുട്ടി അർച്ചന തന്നെ. അവൻ അർച്ചനയോട് സംസാരിച്ചു. അപ്പോളാ അവൾ അനിയത്തിയുടെ കല്യാണക്കാര്യം പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് ഞാനും കരുതി. അവൻ കല്യാണത്തിന് വന്നിരുന്നു. മോളെ പോയി ചായ എടുത്തുണ്ടോ? അർച്ചന ഈ വിവരമൊന്നും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ കല്യാണത്തിരക്കിനിടയിൽ അവളത് പറയാൻ മറന്നുപോയതായിരിക്കും. എവിടെയാ നിങ്ങളുടെ ശരിക്കുള്ള സ്ഥലം? ഞങ്ങൾ എറണാകുളത്തുകാരാ, തൃപ്പൂണിത്തുറയില. ഇപ്പൊ റാന്നി വാടക വീട്ടിലാ താമസം. എനിക്കാകെയുള്ളത് ഒരു മോന. ആലോചനകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഒന്നും ഒത്തു വന്നില്ല. അർച്ചനെ കണ്ടപ്പോ അവനിഷ്ടപ്പെട്ടു. ഒരിക്കൽ ഞാനും അവളെ കണ്ടു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ആലോചിച്ചുകൂടെ? രണ്ടുപേരും ഒരേ ബാങ്കിലല്ലേ? എന്തുകൊണ്ടും ഇങ്ങനൊരു ബന്ധം തന്നെ അർച്ചനയ്ക്ക് നല്ലത്. ഞങ്ങൾക്കിതിൽ താല്പര്യമുണ്ട്. ഞങ്ങൾ ഈ വിവരം അർച്ചനയോട് സംസാരിക്കാം. ആ, അവളാണല്ലോ മറുപടി പറയണ്ടേ. ആദ്യം അവളുടെ കല്യാണം നടന്നു കാണാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോ അനിയത്തിക്കൊരു ആലോചനയായിട്ട് അവള് തന്നെ വന്നു. ആ, എല്ലാം കൊണ്ടും നല്ലൊരു ബന്ധം വന്നപ്പോ അതങ്ങ് നടത്തി. പിന്നെ ഞാനൊരു ലോറി ഡ്രൈവറാ. ഈ കാണുന്ന വീടും കുറച്ച് ഭൂമിയും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അർച്ചനയ്ക്കൊരു ജോലിയുണ്ടെന്നല്ലാതെ മറ്റ് പറയത്തക്ക സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് അർച്ചനയാ. മറ്റൊരു ചോദ്യവും ഞങ്ങൾക്കില്ല. അർച്ചനയ്ക്ക് ഒരുപാട് ബാധ്യതകളുണ്ടെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് എന്റെ മോൻ അതിലൊന്നും ഇടപെടില്ല. അവളെല്ലാം രാജീവനോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അംഗീകരിക്കാൻ അവൻ തയ്യാറുമാണ്. അവളോട് സംസാരിച്ചിട്ട് മാത്രമേ എനിക്കൊരു മറുപടി പറയാൻ പറ്റൂ. അവൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആരാ അർച്ചനെ? വീട്ടിൽ നിന്ന് അനിയത്തിയാ. ഹെഡ് ഓഫീസിലേക്ക് മെയിൽ അയക്കാൻ ഷെനായി സാർ പറഞ്ഞു. അല്ല, സാറിനെന്താ ഒരു ടെൻഷൻ? എന്ത് ടെൻഷൻ? ഇയാളൊന്ന് പോയേ. എന്തെങ്കിലും വിശേഷമുണ്ടോ അർച്ചനെ? ഇല്ല മാഡം, ഒരു കാര്യമില്ലാതെ അവളെ വിളിച്ച.
നല്ലൊരു ആലോചനയായിട്ട് അവർ വന്നപ്പോൾ നിങ്ങൾ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല. അർച്ചന തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ നിങ്ങൾ അവരെ മടക്കി അയച്ചത്. അർച്ചനെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. ശ്യാമളെ, നീ ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നെന്ന് എനിക്കറിയാം. മഹാഭാഗ്യമല്ലാതെ മറ്റെന്താ? നല്ല കുടുംബക്കാര്, ഒറ്റ മകൻ, അവൻ ബാങ്ക് ഉദ്യോഗസ്ഥനും. ഇതിൽ കൂടുതൽ എന്തു നോക്കാനാ? തലമറന്ന് എണ്ണതേക്കല്ലേ ശ്യാമളെ. അവരിപ്പോ കാണുന്നത് ഏതാനും മാസത്തെ പരിചയം മാത്രമുള്ള അർച്ചനയാ. അവളുടെ പഴയ കഥകളൊന്നും അവർക്കറിയില്ല. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവർ ഈ നാട്ടിൽ വന്ന് അർച്ചനയെ പറ്റി അന്വേഷിക്കില്ലേ? എന്തായിരിക്കും ഈ നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നത്? അവളൊന്ന് പ്രസവിച്ച കഥ വരെ ഈ നാട്ടുകാർക്കറിയാം. പിന്നെ അവർ തിരിഞ്ഞിരിക്കുവോ? അച്ഛൻ പറയുന്നത് ശരിയല്ലേ അമ്മേ? അച്ചുവേച്ചി ഒരു വിവാഹത്തിന് തയ്യാറാവാത്തതിന് കാരണം തന്നെ അതാ. അച്ചുവേച്ചിയെ പറ്റി എല്ലാം അറിയുന്ന ഒരാള് വിവാഹത്തിന് തയ്യാറായി വന്നാൽ മാത്രമേ അത് നടക്കൂ. ആരെയും ചതിക്കാൻ അച്ചുവേച്ചി തയ്യാറാവില്ല. എന്റെ ഈശ്വര, അപ്പൊ അവക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ലേ? മോള് ഈ വിവരം വിളിച്ച് അവളെ അറിയിക്കുക. ഒരുപക്ഷെ എല്ലാം അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഞാൻ ഈ വിവരം അച്ചുവേച്ചിയെ വിളിച്ച് പറഞ്ഞു. അച്ചുവേച്ചി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി അവളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഉടനെ അങ്ങോട്ടൊന്ന് പോകാം. അർച്ചനെ, ഡെയ്സി മാഡം നേരത്തെ ഇറങ്ങിയില്ലേ? പിന്നെ അർച്ചനെ ഒറ്റയ്ക്കൊന്ന് കാണാൻ വേണ്ടി കാത്തു നിന്നാ ഞാൻ. സാർ ഇപ്പോൾ അമ്മയെ വീട്ടിലേക്ക് അയക്കേണ്ടിയിരുന്നില്ല. സാറിനോട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നതല്ലേ. എന്നിട്ടും അമ്മയെ അത്രയും ദൂരേക്ക് പറഞ്ഞയക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മയെ ഞാൻ പറഞ്ഞയച്ചതല്ല, അമ്മ സ്വയം തീരുമാനമെടുത്ത് പോയതാ. എനിക്കറിയാം, സാറിനോട് പറയാതെ അമ്മ പോവില്ല. സാർ അമ്മയെ പോവാൻ സമ്മതിക്കരുതായിരുന്നു. ഞാൻ അർച്ചനയോട് നേരിട്ട് തന്നെ സംസാരിച്ചല്ലേ. അന്ന് ബാധ്യതകളെ പറ്റി അർച്ചന പറഞ്ഞു. അന്ന് തന്നെ അമ്മ അങ്ങോട്ട് പോകാൻ തുടങ്ങിയതാ. അപ്പോൾ അനിയത്തിയുടെ കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞ് അമ്മയെ ഞാൻ പിടിച്ചു നിർത്തി. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അർച്ചനയ്ക്ക് താല്പര്യക്കുറവ് പറയാൻ ഒന്നുമില്ലെന്ന് അമ്മയെ ഞാൻ കരുതി. നേരിട്ട് ഇന്ന് പെണ്ണ് ചോദിക്കുന്നത് മാന്യതയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അമ്മ ഇതിന് തയ്യാറായത്. അതുതന്നെയല്ലേ എൻ്റെ ശരി. അർച്ചനയ്ക്ക് ഇനി ഒഴിഞ്ഞു മാറാൻ കാരണമൊന്നുമില്ലല്ലോ. ഇളയനിയത്തിക്ക് കോളേജിൽ പഠിക്കുന്ന പ്രായമല്ലേ ആയിട്ടുള്ളൂ. അർച്ചനയ്ക്ക് ഇപ്പോഴും താല്പര്യമില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ അർച്ചനയുടെ സങ്കല്പത്തിലുള്ള ഭർത്താവല്ല ഞാൻ, അല്ലെങ്കിൽ അർച്ചന വേറെ ആരുമായിട്ടും ഇഷ്ടത്തില്ല. ഇതിലെന്ത് തന്നെയായാലും അർച്ചന എന്നോട് തുറന്നു പറയണം. അമ്മ വലിയ പ്രതീക്ഷയില്ല. എന്താ അർച്ചനയൊന്നും പറയാത്തത്? ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല സർ. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനൊരാളുമായി ഇഷ്ടത്തിലായിരുന്നു. വലിയ കുടുംബത്തിൽപ്പെട്ട ഒരാളുമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടായിരുന്നു. ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്തത്ര അകലം. ഞങ്ങളുടെ ബന്ധം കണ്ടുപിടിച്ച് അയാളുടെ ബന്ധുക്കൾ എതിർപ്പുമായി രംഗത്ത് വന്നു. എന്റെ കുടുംബത്തിനതൊരു ഭീഷണിയായി. അനിയത്തിമാരുടെ ഭാവി പോലും അപകടത്തിലാവുന്നുള്ള അവസ്ഥയായി. ഒടുവിൽ ഞങ്ങൾക്ക് ആ നാട് തന്നെ വിടുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ. അയാൾ അറിയാതെയാ ഞങ്ങൾ റോസ് മലയിലേക്ക് കുടിയേറിയത്. അങ്ങനൊരു സ്ഥലം കണ്ടെത്തിപ്പോയത് തന്നെ ജീവനെ ഭയന്നിട്ട്. ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞ കാര്യങ്ങളായിരുന്നു.
ഇപ്പോ സാറിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായില്ലേ? അയാളുടെ വിവാഹം കഴിഞ്ഞു. എനിക്കതേപ്പറ്റിയൊന്നും അറിയില്ല. ഞാനതേപ്പറ്റി അന്വേഷിച്ചിട്ടുമില്ല. ഇനി എനിക്ക് മറ്റൊരു പുരുഷനെ സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനൊരടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും അയാൾ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാർ അമ്മയോട് പറയണം. അപ്പോ ഇങ്ങനൊരു പെണ്ണിനെ അമ്മ തന്നെ വേണ്ടെന്ന് വെച്ചോളൂ. ഇതിൽ നിന്ന് സാറും പിന്മാറണം. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു വിവാഹം ഉണ്ടാവില്ല സാർ. എൻ്റെ ഈ തീരുമാനം ഒരു കാലത്തും മാറാനും പോകുന്നില്ല. പിന്നെ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി മറ്റൊരാളോട് ഇതൊക്കെ വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാ ഞാൻ പോട്ടെ സാർ. മോനെ, അമ്മയപ്പം എത്തി. ഞാൻ വന്നപ്പോ 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നീ വന്നിട്ട് വിവരങ്ങൾ നേരിട്ട് പറയാമെന്ന് വിചാരിച്ചാ ഞാൻ വിളിക്കാതിരുന്നത്. നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓ, വല്ലാത്തൊരു യാത്രയായിരുന്നു. ആ ചെറുക്കൻ എങ്ങനെ എന്നെ അവിടെ കൊണ്ടെത്തിച്ചെന്ന് എനിക്കറിയില്ല. ചുമ്മാതല്ല, ഇവിടുന്ന് ഒരു പയ്യനെ കിട്ടിയപ്പോൾ അർച്ചന പിടിച്ച പിടിയാൽ അനിയത്തിയുടെ കല്യാണം നടത്തിയത്. നീ വിശേഷമൊന്നും ചോദിച്ചില്ല. വിശേഷങ്ങളൊക്കെ അമ്മ പറയും. പഴഞ്ചനൊരു വീട്, ഒരു പാവ സ്ത്രീയാ അർച്ചനയുടെ കുഞ്ഞമ്മ. ഞാനീ കാര്യം പറഞ്ഞപ്പോൾ പാവങ്ങൾ വായും തുറന്നിരിക്കുക. വിശ്വസിക്കാൻ തന്നെ അവർക്ക് പ്രയാസമായി. വലിയ സന്തോഷത്തിലവർ. സ്വപ്നം കാണാൻ കഴിയുന്ന ബന്ധമാണോ ഇത്? ഉടനെ അർച്ചനയുടെ വിവാഹം നടത്താനുള്ള തിടുക്കം അവർക്കുമുണ്ട്. അവളിരിക്കുമ്പോഴല്ലേ ഇളയ കുട്ടിയെ കെട്ടിച്ചു വിട്ടത്. ഇനിയിപ്പോ അവരവളോട് സംസാരിച്ചോളൂ. ആ പ്രതീക്ഷയൊന്നും വേണ്ടമ്മേ. അമ്മയുടെ യാത്ര വെറുതെ ആയിപ്പോയി. അതെന്താ? അമ്മ അവിടെ എത്തിയ ഉടനെ അർച്ചന വിവരം അറിഞ്ഞു. ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു. എന്നിട്ട് അവളെന്തു പറഞ്ഞു? അത് അവൾ ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവർ നാടുവിട്ട ആ സ്ഥലത്തെത്താൻ കാരണവും അതാണ്. അയാളുടെ വീട്ടുകാർ വലിയ പിടിപാടുള്ളവരായിരുന്നു. സത്യത്തിൽ ഒളിവ് ജീവിതം അവരുടേത്. അയാളിപ്പോഴും അവളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അർച്ചന ഒഴിഞ്ഞു മാറാനുള്ള കാരണം അതാ. അതിനിടയിലാണ് കഥയറിയാതെ നമ്മളിങ്ങനൊരു വേഷം കിട്ടിയത്. ഇതൊന്നും അവിടെ വീട്ടുകാർ പറഞ്ഞില്ല. അവർക്കെങ്ങനെ പറയാനാവും? ഏതു വിധത്തിലെങ്കിലും അവളെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാനല്ലേ അവർ നോക്കൂ. ഒരാലോചന വന്നപ്പോൾ അവരതിന് ഉത്സാഹം കാണിച്ചു. വീട്ടുകാരുടെ താല്പര്യം കൊണ്ട് വിവാഹം നടക്കുമെന്ന് മനസ്സിലായിട്ടാണ് എന്നോടവളത് പറയാൻ തന്നെ തയ്യാറായത്. അല്ലെങ്കിൽ അത് അവളുടെ മനസ്സിൽ തന്നെ ഇരുന്നേനെ. ആ, പോട്ടെ. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി മോനെ. ഇങ്ങനൊരു ബന്ധത്തെപ്പറ്റിയൊന്നും നമ്മൾ ഊഹിച്ചതുപോലുമില്ല. നീ ഇനി ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് ഓർക്കേണ്ട കാര്യം തന്നെയില്ല. പോയി ഡ്രസ്സൊക്കെ മാറും.